നമ്മൾ അടിപൊളി ടേസ്റ്റിലൊരു മുന്തിരി ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ഞാനൊരു 400 ഗ്രാം മുന്തിരി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് 2 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടിത് തിളപ്പിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അതായത് മുന്തിരി നന്നായിട്ട് സോഫ്റ്റ് ആവണം. അതിലേക്ക് ഞാനൊരു 2-3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 കഷ്ണം കറുവാപ്പട്ട. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട, പക്ഷെ അതിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഇനി നമുക്കിത് തിളപ്പിക്കാവേ. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മുന്തിരി നമുക്കൊന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ സത്തും പിഴിഞ്ഞാൽ കിട്ടണം. അതുപോലെ നന്നായിട്ട് ഇത് വേവണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കാണുമ്പോഴേ അറിയാം. ഓൾറെഡി അതിൻ്റെ ജ്യൂസൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ഏലക്കായും പട്ടയും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ പഞ്ചസാര, ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി പഞ്ചസാര വേണ്ടാത്തവർക്ക് വെള്ളം ഇട്ട് കൊടുക്കാം, പക്ഷെ അപ്പോൾ കളർ കുറച്ച് മാറും. പക്ഷെ അതുകൊണ്ട് ഞാനിവിടെ കെയിൻ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. അത് മധുരം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് 1 മുറി നാരങ്ങയും 1 മുറി ഓറഞ്ചിൻ്റെ നീരോടെ ഇടുകയാണ് നല്ലതാണ്. പക്ഷെ ഞാനത് ചേർക്കുന്നില്ല. പക്ഷെ ഞാനതിന് പകരം ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് ഇനി കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റ് കൂടെ തിളപ്പിച്ച് ഞാനിത് മൂടി വയ്ക്കുകയാണ്. ഇത് തണുത്ത ശേഷം നമുക്കിനി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാവേ. പിഴിഞ്ഞ് അരിച്ചെടുക്കുക. അത്രയും ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി തണുപ്പിക്കാതെ കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. പക്ഷേ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷമാണ് കഴിക്കുന്നത്. അപ്പം വളരെ കുറച്ച് സമയം കൊണ്ട് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് ജസ്റ്റ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കൈ ഉപയോഗിച്ച് പിഴിയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ജ്യൂസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കടയിൽ നിന്ന് ജ്യൂസ് വാങ്ങിക്കാൻ കിട്ടുന്നവർക്ക് അത് ഓക്കെയാണ്. അതില്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലൈഫ്.